നമസ്കാരം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ തട്ടിപ്പുകൾ പുറത്തു വന്നതാണ് ഏതാനും ദിവസങ്ങളായിട്ട് കേരളക്കര മുഴുവൻ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. ഏതാണ്ട് 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരുന്നതിൻ്റെ പട്ടിക ധനകാര്യ വകുപ്പാണ് കണ്ടെത്തിയത് എന്നാണ് ധനകാര്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും അവകാശവാദം. എന്നാൽ അനർഹരായവർ പെൻഷൻ വാങ്ങുന്നത് സംബന്ധിച്ച വിവരങ്ങൾ മുമ്പേ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും ഇതിൽ കാര്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താതെ ഇപ്പോഴാണ് വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടുന്നത്. 1458 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ വാങ്ങി എന്നത് തീർച്ചയായിട്ടും ഞെട്ടലോടുകൂടിയാണ് പൊതുജനങ്ങൾ കേൾക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് കോളേജ് അധ്യാപകർ, അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, അതുപോലെ പോലീസുകാർ അടക്കം തന്നെ 1458 ആളുകൾ, അതും സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായിട്ട് ഈ ഒരു പെൻഷൻ വാങ്ങിയിരിക്കും. ഇവരിൽ പലർക്കും 1 ലക്ഷത്തിലധികം രൂപ ശമ്പളമുള്ളവരാണ്. അവരാണ് ഈ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ മിച്ചം വെച്ച് ഈ കൊടുക്കുന്ന 1600 രൂപ കൈയിട്ട് വാരി നക്കുന്നത്. അവരാണ് യാതൊരു നാണവുമില്ലാതെ അക്ഷയ സെൻറ്ററിൽ പോയി യാതൊരു നാണവുമില്ലാതെ മസ്റ്ററിങ് നടത്തി അവരുടെ വിരലടയാളം പതിച്ച് ഈ പണം കൈപ്പറ്റി സുഖിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ വലിയൊരു വീഴ്ച തന്നെയാണ്. കാരണം മസ്റ്ററിങ് അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കവേ, ഒട്ടേറെ മാനദണ്ഡങ്ങൾ പെൻഷൻ ആനുകൂല്യത്തിന് അർഹത നേടാനായിട്ട് ഉണ്ടായിരിക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ മാത്രം വീഴ്ചയാണ്. ഈ തട്ടിപ്പിനെ കുടപിടിച്ച ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ ബാങ്കിലെ ജീവനക്കാർ, അതുപോലെ തന്നെ ഈ മസ്റ്ററിങ് നടത്തി കൊടുക്കുന്ന അക്ഷയ സെൻറ്ററിലെ ജീവനക്കാർ, ഇവരൊക്കെ തന്നെ ഇതിന് ഉത്തരവാദികളാണ്. 2020 തന്നെ ഈ ക്ഷേമ പെൻഷനിലെ തട്ടിപ്പ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. അനർഹർ പണം വാങ്ങുന്നു എന്നാണ് അന്ന് കണ്ടെത്തിയത്. ഇതിൽ സർക്കാർ അന്ന് എത്ര കണ്ട നടപടിയെടുത്തു എന്നതും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ നടപടികളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഈ ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. അതായത് പെൻഷൻ വിഷയത്തിൽ നമ്മൾ അടിത്തട്ടിൽ അന്വേഷണം നടത്തിയാൽ അത് എത്തിച്ചേരുക തീർച്ചയായിട്ടും CPM അനുഭാവി സംഘടനയിലെ ഉദ്യോഗസ്ഥരിലേക്കും അതുപോലെ തന്നെ അവരുടെ പ്രാദേശിക നേതാക്കളിലേക്കുമാണ് എന്നത് വളരെ വ്യക്തമാണ്. 62 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ ഈ പെൻഷൻ കൊടുക്കുന്നതിനായിട്ട് രൂപീകരിച്ച ഈ സേവന പെൻഷൻ വെബ്സൈറ്റിലെ വിവരങ്ങളിൽ ഇത് 50 ലക്ഷമാണ്. ഇതിൽ തന്നെ 23 ലക്ഷത്തോളം ആളുകൾ നേരിട്ട് പെൻഷൻ അവരുടെ വീടുകളിൽ വാങ്ങുന്നുണ്ട്. ഇത് കൂടാതെ 26 ലക്ഷത്തോളം ആളുകളാണ് ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ കൈപ്പറ്റുന്നത്. ഇതോടെ തന്നെ സർക്കാർ പറയുന്ന 62 ലക്ഷത്തിൻ്റെ കണക്കിൽപ്പെട്ടവർ എവിടെയെന്ന ചോദ്യവും തീർച്ചയായിട്ടും ഉയരുന്നതായിരിക്കും. പലപ്പോഴും കാർഷിക സഹകരണ ബാങ്കുകൾ വഴി പാർട്ടിക്കാർ തന്നെയാണ് വീടുകളിൽ പണം എത്തിക്കാറുള്ളത്. 25 രൂപ മുടക്കിയാണ് വീട്ടിലെത്തി ഈ ഒരു പെൻഷൻ തുക കൈമാറുന്നത്. എന്നാൽ ഇതിൽ എത്ര പേർക്ക് പണം നേരിട്ട് ലഭ്യമാക്കുന്നുണ്ട് എന്നതും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. പെൻഷൻ വിതരണത്തിനായിട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇല്ലെന്ന ആക്ഷേപം നേരത്തെ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പെൻഷൻ അപേക്ഷ നൽകുന്നതിന് അത് വെരിഫൈ ചെയ്യുന്നതിന് മുൻപ് പണം അനുവദിക്കപ്പെട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയണം, കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അപേക്ഷാ ഫോം ഉപയോഗിക്കാതെയുമാണ് പലപ്പോഴും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. 2022 CAGയുടെ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ 9201 ജീവനക്കാരും പെൻഷൻകാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായിട്ടും ഏതാണ്ട് 39 കോടി രൂപ നഷ്ടമുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൽ തന്നെ ഗുണഭോക്താക്കളെ ചേർക്കുന്നത് മുതൽ പെൻഷനുകളുടെ വിതരണം വരെയുള്ള ഘട്ടത്തിൽ വീഴ്ചയുണ്ടായതായിട്ടും CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2017-18 മുതൽ 2020-21 വരെ സംസ്ഥാനത്തെ 47 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 29,000 കോടി രൂപ സർക്കാർ നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഘട്ടത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ പരിശോധനയിലും അംഗീകാരം നൽകുന്നതിലും അശ്രദ്ധയുണ്ടായെന്ന് CAG അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അതായത് ഒരേ ഗുണഭോക്താക്കൾക്ക് 2 വ്യത്യസ്ത പെൻഷനുകൾ അനുവദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം സാക്ഷ്യപത്രങ്ങളൊക്കെ തന്നെ ഹാജരാക്കാതെയും പെൻഷൻ അനുവദിക്കുകയുണ്ട്. ഗുണഭോക്തൃ സർവേയിൽ 20% അനർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയിരുന്നു. ഈ പെൻഷൻ സ്കീമുകളുടെ നടത്തിപ്പുകാരായിട്ടുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി, ആ കമ്പനി അക്കൗണ്ടുകൾ കൃത്യമായിട്ട് ശരിയായിട്ട് പാലിക്കുന്നില്ലെന്നും സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ തന്നെ സുതാര്യതയില്ല എന്നും CAG അറിയിച്ചിരുന്നു. അതായത് ഒരു പെൻഷൻ ഒരു ഗുണഭോക്താവിന് 1-ലധികം തവണ വിതരണം ചെയ്തതായിട്ടും CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മാനദണ്ഡങ്ങൾ കർശനമായിട്ട് പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ സേവന പെൻഷൻ സോഫ്റ്റ്വെയർ നവീകരിക്കണമെന്നും CAG ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നുമാകട്ടെ സർക്കാർ മുഖവിലേക്കെടുത്തില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ശമ്പളം,
പെൻഷൻ, അതോടൊപ്പം തന്നെ ഫാമിലി പെൻഷൻ എന്നിവയൊക്കെ വാങ്ങുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ പെൻഷൻ പറ്റിയവർക്കോ അല്ലെങ്കിൽ പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവയൊക്കെ തന്നെ വാങ്ങുന്നവർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ പെൻഷൻകാരും അനർഹമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും CAG വ്യക്തമാക്കുകയുണ്ടായി. 2000 മുതൽ തന്നെ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് അനർഹമായിട്ട് കൈപ്പറ്റുന്നുണ്ടെന്നും കോടികളുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും 2022 CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ അച്ചടക്ക നടപടിയോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആകെ 9201 സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായിട്ടാണ് CAG 2022 റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 2017-18 മുതൽ 2019-20 വരെ 3 വർഷം 39 കോടി രൂപയാണ് ഇത്തരത്തിൽ അനർഹരായിട്ടുള്ളവർക്ക് പെൻഷനായിട്ട് നൽകിയത്. ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് അനർഹരായവർക്ക് പെൻഷൻ നൽകുന്നതെന്ന് ഉൾപ്പെടെ ഇതിൻ്റെ ജില്ല തിരിച്ചുള്ള വിശദമായിട്ടുള്ള കണക്കും CAG റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2000 മുതൽ തന്നെ അനർഹരായിട്ടുള്ള സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നും ഇതുകൂടി കണക്കിലെടുത്താൽ സർക്കാരിൻ്റെ നഷ്ടം അത് പല മടങ്ങ് ഇരട്ടിക്കുമെന്നും CAG വ്യക്തമാക്കിയിരുന്നു. ക്രമക്കേട് വഴി തട്ടിയെടുത്ത പണം അത് തിരികെ പിടിക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും CAG കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഫണ്ടിൽ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിലും 2022 ഒക്ടോബർ വരെ ഒരു തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ നടപടികളോ ഉണ്ടായിട്ടില്ല എന്നും CAG ചൂണ്ടിക്കാട്ടി. ആദായ നികുതി അടയ്ക്കുന്നവർക്കും പെൻഷൻ വാങ്ങാനായിട്ട് അർഹതയില്ല. എന്നാൽ ഇതും മറികടന്ന് ആയിരക്കണക്കിന് ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേടിയെടുക്കുന്നതെന്ന് CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കും. സർക്കാർ സർവീസിൻ്റെ തന്നെ ഭാഗമായിരിക്കെ മറ്റ് പെൻഷൻ കൈപ്പറ്റിയ ഗസറ്റഡ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ എത്ര കണ്ട് കണക്ക് ഇത് സംബന്ധിച്ച് ഉണ്ടെന്ന കാര്യത്തിലും വ്യക്തതകളില്ല. കടുത്ത സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മറികടന്ന് പെൻഷൻ നൽകാൻ സർക്കാർ ഇപ്പോൾ പാടുപെടുന്നതിന് ഇടയിലാണ് സർക്കാർ ജീവനക്കാർ തന്നെ വർഷങ്ങളായിട്ട് ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണമില്ലാത്തതിനാൽ തന്നെ 4 മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയുണ്ട്. 800 കോടിയോളം രൂപയാണ് ഒരു മാസം തന്നെ പെൻഷൻ നൽകാനായിട്ട് സർക്കാരിന് വേണ്ടി വരുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക ധനവകുപ്പ് പുറത്തുവിട്ടതോടെ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് തദ്ദേശ വകുപ്പ് കൂടിയാണ്. അർഹരായവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. എന്നാൽ CPM നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളടക്കം ഇക്കാര്യത്തിൽ കാര്യമായ നടപടികൾ എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യാറ്. CPM രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് സാമൂഹ്യ ക്ഷേമ പെൻഷനെ സമീപിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സഖാക്കൾക്ക് തോന്നിയ പടിയാണ് ഇവിടെ കാര്യങ്ങൾ. ഇതാണ് അടിസ്ഥാനപരമായിട്ട് പെൻഷൻ വിവാദങ്ങൾക്കെല്ലാം തന്നെ വഴിയൊരുക്കുന്നത്. അതിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. എന്തിനേറെ പറയണം, BMW കാർ ഉടമകൾ ഉൾപ്പെടെ ഈ പെൻഷൻ പട്ടികയിൽ ചേർക്കപ്പെട്ടു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങളുണ്ട്. ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടി തറവിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതാണെന്നും കണ്ടെത്തുകയുണ്ടായി. ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ ഈ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ തീർച്ചയായിട്ടും വലിയ അഴിമതിയും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ധനവകുപ്പ് പരിശോധന വിഭാഗം റിപ്പോർട്ട് ചെയ്തത്. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കുവാൻ ഭരണ വകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.